ജർമ്മൻ ഭാഷ പഠിക്കുന്ന സമയത്ത് വൊക്കാബുലറിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണ്? ഞാൻ പറയാം 100% വൊക്കാബുലറിയിൽ തന്നെയായിരിക്കും എന്ന് പറയും. കാരണം നമുക്കറിയാം എല്ലാവരും ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിട്ട് കരുതുന്ന ഒരു കാര്യം ഗ്രാമർ ആണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് വൊക്കാബുലറി തന്നെയാണ്. നമ്മുടെ ലാംഗ്വേജിൽ പറയുന്നത് ഞാൻ ചില പേപ്പേഴ്സ് ഒക്കെ കുട്ടികളിൽ കാണുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഗ്രാമർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കും, പക്ഷെ ജർമ്മൻ വേർഡ് കിട്ടാത്തതിന് ഒരു ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്ത് വെക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ ആ കുട്ടിക്ക് ഗ്രാമർ നല്ല നോളജ് കാണും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. വൊക്കാബ്സ് അറിഞ്ഞാലല്ലേ ആ വേർഡിന് എന്താണ് അവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റൂ. 100 വട്ടം ഞാൻ പറയും, വൊക്കാബ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഗ്രാമർ ഞാൻ സിംപ്ലി പറഞ്ഞ ഒരു 30 മിനിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്താൽ ഒരു ഗ്രാമർ നമുക്ക് നല്ലോണം തലയിൽ കയറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ വൊക്കാബ്സ് എന്ന് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, പഴയതും പുതിയതും എല്ലാം യൂസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, ആ വൊക്കാബിന്റെ അർത്ഥം നിനക്ക് അറിയോ, ഇങ്ങനെ ഒരു ക്വിസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്താൽ ഡെഫിനറ്റ്ലി വൊക്കാബുലറി നമുക്ക് കൂട്ടാൻ പറ്റും. EduFlair, education driven by passion.